ഞാൻ കാണുന്നത് സംസാരിക്കാൻ നടന്നതാണ്. അത് പിന്നെ ഒരു വർഷത്തിന് ശേഷം പിന്നെ ഞങ്ങൾ വളരെക്കാലം സുഹൃത്തുക്കളായിരുന്നു. ഇപ്പം ഈ സമയത്ത് പല മാധ്യമങ്ങളിലും കുങ്കുമം, സമകാലിക വലകളും, മാതൃഭൂമി, വരാന്ത പൈപ്പിങ്ങനെ പല മാധ്യമങ്ങളിലും ഒരേപോലെ വരുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു സൗഹൃദം ഇങ്ങനെ തുറന്നു പോവുകയും പിന്നെ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ ഒരു നിരന്തരങ്ങൾ കത്ത് എഴുതുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ കാലത്തെ പോലെ ഈ ലൈവായിട്ടുള്ള ഒരു പ്രണയത്തിലൊരു ചാൻസ് ഒന്നുമില്ല. അങ്ങനെ കത്തുകളിലൂടെ വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് അനുഭവം പങ്കെടുക്കുക, യാത്രകളെ കുറിച്ച് നമ്മുടെ ഈക്വൽ വേവ് ലെങ്ത് ആണെന്ന് തോന്നിയിട്ടാണ്. ഇത് നമ്മൾ തീർത്തും ഒരു വെറും പരിചയത്തിൻ്റെ തന്നെ രണ്ട് കവികളിൽ നിന്നും സൗഹൃദമാകുമ്പോൾ അല്പം കൂടെ ഒരു സാധാരണ നമ്മൾ പറയുന്നത് ഒരു നോർമലൈസിന് അപ്പുറത്തുള്ള ചില ചിന്തകളിലൂടെ ഉണ്ടാകാം. എത്ര കാലം സുഹൃത്തുക്കളായിരുന്നു? 5 വർഷത്തോളം സുഹൃത്തുക്കളായി. നല്ല സുഹൃത്തുക്കൾ. യാതൊരു മറ്റ് ഈ ആലോചനയിലേക്കോ ഈ കുട്ടിയെ കല്യാണം കഴിക്കാം അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാതെ നല്ല സുഹൃത്താണ്. എന്നിട്ട് ആരാണ് ആദ്യം പ്രണയമാണെന്ന് പറഞ്ഞത്? എന്തിനൊക്കെ സംസാരിക്കില്ലേ? സംസാരിക്കെന്ന് പറയുന്നത് പോലും ശബ്ദമില്ലല്ലോ. ഇങ്ങനെ സംസാരിക്കാത്ത ആളായോണ്ടാണോ ഈ പ്രണയം തോന്നിയത്? ഓക്കെ, സംസാരിച്ചു തുടങ്ങും. നോക്കട്ടെ എവിടെയാ നിൽക്കുന്നതെന്നൊന്ന് നോക്കട്ടെ. എന്താണൊരു ഇഷ്ടം തോന്നാനുള്ളൊരു കാര്യം? കവിത. ശരി. അല്ലാതെ ഒരാളുടെ കവിത ഒരാൾ നല്ല കവിത എഴുതുന്നെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനായിക്കൊള്ളണമെന്നൊന്നുമില്ല അല്ലേ? അങ്ങനെയൊന്നും ആവണമെന്നില്ല. വെറുതെ ഒരു കവിത നോക്കിയിട്ട് അത്ര ചില കഥകള് യാത്രകളെ കുറിച്ച് അക്ഷരങ്ങളിൽ നിന്ന് കണ്ടെത്തിയെത്തി നമ്മളും ആ ഒരു ലോകത്തായതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുമായിരിക്കും. നമ്മുടെ ലോകത്ത് തന്നെ സഞ്ചരിക്കുന്ന ഒരാളാണല്ലോ. പിന്നീട് വീട്ടില് പ്രശ്നങ്ങൾ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് മുൻപ് അത്ര പ്രണയം പറയാൻ കുറച്ച് മാറാണ്. ഈ കാലഘട്ടത്തിലൊന്നും നിങ്ങളങ്ങനെ നിങ്ങൾ ഡയറക്റ്റായിട്ട് മാരേജ് ചെയ്തിട്ടല്ലേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്? അല്ലാതെ ലിവിങ് ടുഗദർ അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 2001 കാഞ്ഞങ്ങാട് ഈ സ്മാരകത്തിൽ സഭയ്ക്കുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് അതല്ല, അപ്പം അവിടെ നേരിട്ട് വന്നിട്ടാണ്. അപ്പം കൊല്ലത്ത് ഒരു നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് 10-100ഓളം ആളുകളുണ്ടായിരുന്നു. സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഒരു താല്പര്യത്തിൽ തെങ്ങമം ബാലകൃഷ്ണൻ സാറ് മല തന്ന് അദ്ദേഹത്തിന് വീട്ടിൽ കൊടുക്കുകയും പിന്നെ ഇതിൻ്റെ കൊല്ലം മാസം എന്ന് പറഞ്ഞിട്ട് യുവമേള പബ്ലിക്കേഷൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് സാഹചര്യം. നിങ്ങളുടെ നമ്മുടെ കേരള ശബ്ദത്തിൻ്റെ എഡിറ്റായിട്ടുള്ള ആമ്പാടി അങ്ങനെ കുറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് സുഹൃത്തുക്കൾ, അയാളുടെ സുഹൃത്തുക്കൾ ഈ അറേഞ്ച്ഡ് മാരേജിനേക്കാളും വളരെ മോശമായിട്ടുള്ള പ്രണയ വിവാഹങ്ങൾ അന്ന് പൊതുവിൽ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിനോട് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ വയർ കുറയ്ക്കാനും വരാതിരിക്കാനും ഷേപ്പാവാനും കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും പ്രണയിക്കുന്ന പുരുഷനല്ല വിവാഹത്തിന് ശേഷം പ്രണയിക്കുന്ന സ്ത്രീയല്ല. അതൊരു എന്തെങ്കിലും ഒരു കുറവ് അപ്പൊ നമുക്ക് തോന്നി. ഇതൊന്നും പ്രണയിക്കുന്ന സമയത്ത് നമുക്കൊരു കുറവുമില്ല. ഇയാളുടെ ദേഷ്യം ഒരു കുറവല്ല, ഇയാളുടെ ക്ഷമയില്ലായ്മ ഒരു കുറവല്ല, ഒന്നും ഒരു കുറവല്ല. പക്ഷെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ എല്ലാ കുറവുകളായിരിക്കും. അത് എസ്പെഷ്യലി പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോഴാണ് അത് കൂടുതലും വരുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നു. പലപ്പോഴും ബന്ധം പറയുന്നത് ഈ അറേഞ്ച്ഡ് മാരേജിനേക്കാളും വളരെ മോശമായിട്ടുള്ള പ്രണയ വിവാഹങ്ങൾ അന്ന് പൊതുവിൽ പറയപ്പെടുന്നു. പക്ഷെ അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിൽ സ്ത്രീധനമൊക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും അല്ല കൊടുക്കുന്നില്ല എന്നുള്ള ബോധ്യപ്പെടുത്തലുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന വിവാഹങ്ങൾ പലരും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ചെയ്തൊന്നുമില്ല. തിരിച്ചവൾ ചെന്നാൽ അവിടെ കയറ്റുള്ളൂ. ഈ പെൺകുട്ടി പക്ഷേ സ്വയം പര്യാപ്തമല്ലായിരിക്കും. അറേഞ്ച്ഡ് മാരേജ്. അപ്പൊ
അപ്പൊ അവൾക്കും സംശയമുണ്ട് തിരിച്ചവർ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് തന്നെ വിവാഹം കഴിച്ചു. നേരെ മറിച്ചല്ലേ സംഭവിക്കുന്നത്. അതായത് ഒരു അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോ തിരിച്ച് അവരോട് ചെന്ന് പറയാൻ നമുക്ക് കുറച്ചുകൂടി ഒരു ബലമുണ്ട്. ബലമുണ്ടെങ്കിൽ തന്നെ ബലമുണ്ടെന്ന് നമുക്ക് ധരിക്കുമ്പോൾ തന്നെ ഈ അനുഭവിക്കുന്ന സ്ത്രീയെ പെൺകുട്ടിയെ സംബന്ധിച്ച് അവരുടെ വീട്ടുകാരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് അവരെ പിന്നെയും കഷ്ടപ്പെടുത്തണമെന്നൊരാളുണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കൂടാന്നുണ്ട്. അപ്പം പ്രണയവിവാഹത്തിന് നമ്മൾ അങ്ങനെ അങ്ങ് അളക്കുന്ന ആശ്ചര്യമുണ്ട്. കാരണം പറഞ്ഞാൽ പ്രണയവിവാഹം വിപ്ലവമല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പ്രണയവിവാഹം തീർച്ചയായിട്ടും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ സ്വകാര്യത മാത്രമാണ്. എല്ലാ വിവാഹവും അല്ല ഇതിൽ മറ്റേതിൽ ബന്ധുക്കളെല്ലാം വരുന്നുണ്ട്. നമ്മൾ പിന്നീട് വെക്കുന്നുണ്ട് അവരുടെ സപ്പോർട്ട്. ഇതിൽ അതൊന്നുമില്ല, അങ്ങനൊന്നുമില്ലല്ലോ. രണ്ടുപേർ തന്നെ തീരുമാനിച്ചു. പിന്നെ ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഒക്കെയാണെന്ന് പോയിട്ടൊന്ന് ഒപ്പിടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഇതേ ഉള്ളൂ. അതായത് ആരെങ്കിലും വഴിക്ക് അവിടെ ചെല്ലുമ്പോൾ ഓഫീസുള്ളവർക്ക് പറഞ്ഞാലും വേണ്ടൊന്ന് പരിചയമുള്ളവർക്ക് സഹായിക്കും. പ്രണയവിവാഹം അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് എനിക്ക് തോന്നുന്നത് ഇത് രണ്ടായാലും നമ്മൾ തിരിച്ചു. അറേഞ്ച് മാരേജ് പെട്ടെന്ന് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവര് പറയുന്നത് പ്രേമിച്ച് കല്യാണം കുറച്ചുകൂടെ ഒരു കെയർ കിട്ടിയ അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പ്രണയിച്ച് വിവാഹം കഴിക്കാത്തോളും അറേഞ്ച് മാരേജ് ആയിരുന്നെങ്കിൽ കുറച്ച് അത് അക്കരപ്പറ്റ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളത്. ഏത് ജീവിതമായാലും വിവാഹം കഴിക്കാത്തവർക്ക് തോന്നും കഴിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, കഴിച്ചവർക്ക് തോന്നും. പക്ഷെ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടുള്ള ചിലരുടെ ഒരു അഭിപ്രായം ഞാൻ കേട്ടിട്ടുള്ളത് പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ കുറച്ച് റിസ്ക് കൂടുതലാണ്. കാരണം അതില് ഈ പറയുന്ന പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ബാധ്യസ്ഥരാകുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെല്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പ്രണയവിവാഹം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്ത് പ്രണയവിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അയാൾക്ക് വീട്ടുകാര് രണ്ട് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ വന്നിട്ട് കുറച്ചാണ് വീട്ടിൽ തങ്ങി ഒക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുടുംബങ്ങളുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. അവര് പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഞങ്ങളെക്കാൾ വളരെ സ്വസ്ഥമായിട്ട് അവര് ഒറ്റയ്ക്ക് അവരെ ജീവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുടുംബം അച്ഛനമ്മ തന്നെ അവരെ കളയണമെന്നാണ്. ഞങ്ങളുടെ ലൈഫ് എൻ്റെ അമ്മയും സൗകര്യം ഉണ്ടായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞത് അമ്മ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ എൻ്റെ കുടുംബത്താണ് താമസിക്കുന്നത്. അപ്പോൾ അത് മറ്റു പ്രശ്നങ്ങളില്ല. പിന്നെ എവിടെയായാലും ഈ ചില ഇവിടെ ഉണ്ടാകുന്ന പോലെ ഒക്കെ എന്നുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തെ പ്രശ്നമില്ല. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തൊരു സ്റ്റാൻഡ് ഞങ്ങളൊന്നും ജീവിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ജീവിക്കുന്നതാണ്. ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ നമ്മൾ മറ്റൊന്നും എത്തിക്കാം. പിന്നെ ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ട് ഇൻസ്ട്രക്ടർ ആകുന്ന ഫിനാൻസ് എന്ന് പറയുന്ന പ്രശ്നമാണ്. നമുക്ക് ചില അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. മറ്റേതാകുമ്പോഴത്തേക്ക് ആരെങ്കിലും ഇതാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അതിന് ചോദിക്കുന്ന പ്രശ്നമില്ല. പിന്നെ മറ്റൊന്ന് ഹിന്ദു വളരെ സജീവമായിട്ട് എഴുതിക്കൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു മുൻപ് സ്ഥിതി പോലെ എഴുതാനായിട്ടുള്ള ഒരു തുടർച്ച. പക്ഷെ വിഷമമുണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു അനുഭവങ്ങളുടെ ഒരു ഇതാണ്. എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ഗാർഹസ്ഥ്യമായിട്ടുള്ളൊരു അനുഭവങ്ങൾ ലേഖനം അതിന്റെ അസറ്റാണ് അത് ഹിന്ദു ഒരു രണ്ട് കുട്ടികളുടെ അമ്മയാണ്. കുട്ടികളെ നോക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, എല്ലാം ആണെങ്കിലും അതിനേക്കാൾ ഉപരി ഹിന്ദു ഒരു കവയിത്രി അല്ലേ? ഹിന്ദുവിൻ്റെതായിട്ടുള്ള ഒരു ആ എഴുതണം എന്ന് തോന്നുന്ന ഒരു വല്ലാത്തൊരു മൊമെന്റില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു അത് ഇങ്ങനെയെങ്കിലും ഒന്നൊരു പേപ്പറിലേക്ക് പകർത്തിയില്ലെങ്കിൽ ഒരുതരം ശ്വാസമുട്ടലായിരിക്കും അല്ലേ? ആ ഒരു മൊമെന്റിൽ വേണം നമ്മൾ അത് ചെയ്യാനായിട്ട് അല്ലേ? ആ ഒരു മൊമെന്റ് ചിലപ്പോൾ നമുക്ക് അടുത്ത നിമിഷം കിട്ടിയെന്ന് വരും. അങ്ങനെ ഒരു തോന്നുന്ന ഒരു നിമിഷത്തിൽ സഹായിക്കാറുണ്ടോ? എനിക്കിപ്പോ ഒന്ന് എഴുതണം, കുട്ടികളെ ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു അല്ല, എന്നാലും ഒരു മൂടല്ലേ അത്? എനിക്കിപ്പോ കുറച്ചു നേരം ഒന്ന് എഴുതണം എന്ന് തോന്നുന്ന ഒരു മൂടല്ലേ? പറ്റാറില്ല. നമുക്ക് ഒരു സ്ത്രീ വിവാഹ ജീവിതം ഇത്തരം സർഗാത്മക ചിന്തകൾക്ക് ഒരു തടസ്സമാണ് എന്ന് ഒരു സമയത്ത് തോന്നായോ? സത്യസന്ധമാണ്. അതിനെ ഇനി വെറുതെ ഡിഫീറ്റ് ചെയ്യും. സ്വഭാവം കാണിക്കരുത് അവിടെ കയറി. നിങ്ങളപ്പോ പിള്ളേരെ ഒന്ന് പിടിച്ച് അങ്ങോട്ട് അങ്ങനെ കൊണ്ടുപോയി ഞാൻ എഴുതാൻ പോവാ എന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്യണം. അല്ല, അത് അഡ്മിറ്റ് ചെയ്യണം. നമ്മൾ കരുതുന്ന തടസ്സങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഭൗതികമായിട്ടുള്ള തടസ്സങ്ങൾ മാത്രം.
പറഞ്ഞു ഈ കവിത ഒരു കാലത്ത് ഇങ്ങനെ കാൽപ്പനികമായിട്ട് മനസ്സിലിട്ട് ഇങ്ങനെ പോകുന്നൊരു കാരണമായിട്ടുള്ള മുകളിൽ ആദ്യം ഒരു കാര്യം നേരത്തെ പറഞ്ഞ മാതിരി ഒരാളെ പഠിപ്പിച്ചൊന്നിട്ട് ഉള്ളിൽ നിന്ന് ഇത് ഇങ്ങനെ എന്താ പറയാ നീരുറവ വരുന്ന മാതിരി ഒരു വല്ലാത്തൊരു കഴിവാണ് കവിത എന്ന് പറയുന്നത്. അത് വരുന്ന ആ ഒരു മൂമെന്റ് ചിലപ്പോൾ നമുക്ക് അടുപ്പത്ത് അരി കളയ്ക്കുമ്പോഴായിരിക്കും അത് വരുന്നത്. ചിലപ്പം കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും വന്നെന്ന് വരാം, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വരാം. ഇതെല്ലാം അടക്കി വെക്കപ്പെടേണ്ടി വരുന്നത് സ്ത്രീക്ക് മാത്രമാണ് എന്ന് തോന്നിയിട്ട് അവിടെ ഒരു പുരുഷനുള്ള ഒരു സ്വാതന്ത്ര്യം അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്തൊരു എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടെന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഭാര്യ ഭർത്താവിൻ്റെ കിട്ടുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ടത് ഹിന്ദുവാണ്. അത് മിണ്ടായിട്ട് അല്ല, അത് പറഞ്ഞ് ഞങ്ങൾ വഴക്ക് കൂടാറുണ്ട്. ഞാൻ പറയാറുണ്ട് കാരണം അവരുടെ ആ ഒരു എഴുത്തിൻ്റെ ആ ഒരു ഫ്ലോ ആണ് കളിച്ചത്. കാരണം കളത്തിലൊക്കെ കഴിയാറുണ്ട്. 11 വർഷമായി തന്നെയാണ് എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു സ്വസ്ഥമായ കഴിവെടുത്ത് നമുക്ക് കിട്ടാറുണ്ട്. പുള്ളി ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞാലും പുള്ളിക്ക് ഇവിടെയായിട്ടുള്ള സമയം കിട്ടും. പക്ഷെ നമുക്ക് ഇത്ര ഒരു സമയം കിട്ടത്തില്ല. അത് മനസ്സിലാക്കല്ലോ. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴാണ് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ കുട്ടികൾ പോയി കഴിഞ്ഞാൽ വൈകിട്ട് 5 മണി വരെ എത്രയ്ക്കാണ് നമുക്ക്. ഞാൻ പറയുന്നതാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഒരു ജോലി ചെയ്യുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ അതിനായിട്ടൊരു മനസ്സ് ഉപയോഗിക്കാൻ സമയം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്കുള്ള അത്രയും സമയം ഒരു ദിവസം 24 മണിക്കൂർ എന്തൊക്കെയാലും ഈ കുറേ വർഷമായ ഈ ദിവസങ്ങളിൽ ഈ മണിക്കൂറുകളെ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് നമ്മളതില്ല. മഴ തോന്നുമ്പോൾ